ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാ? റൂം ടൂർ. കുറെ ആൾക്കാർ ചോദിച്ചു കമന്റില്. അപ്പൊ റൂം ടൂർ ആണ് ഇന്ന്. കല്യാണം കഴിഞ്ഞ സമയത്താണ് കേട്ടോ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ. വലിയ റൂമൊന്നല്ല, ഞങ്ങളെ ചെറിയ റൂം. ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് കൂടുതൽ വന്ന കമന്റ് ചെയ്യുന്നു റൂം ടൂർ, ഹോം ടൂർ ഒക്കെ. പക്ഷെ അപ്പത്തെ തിരക്കും കാര്യങ്ങളും ഡിലേ മടിയും ഒക്കെ കൂടി ഒന്നുമില്ല. ഓക്കെ, വെറും മടി. ഓള് കുയും മടിയത്തേക്കോളൂ. ഞാൻ പറയലുണ്ട് വീഡിയോ എടുത്തോ, മുന്നോട്ട് പോയിക്കോ, ഇതൊക്കെ ഞാൻ പറയും. പക്ഷെ എന്താ അറിയോ, തിന്നാ കടന്നുറങ്ങാ നീച്ച, തിന്നാ കടന്നുറങ്ങാ നീച്ച. അങ്ങനെയല്ല ഗൈസ്, സത്യം എന്റെ ടച്ച് വിട്ട് വ്ളോഗ് എടുക്കണേന്ന് ഞാൻ മറന്നുപോയി. ഒക്കെ റെഡിയാക്കി വരണം. എല്ലാരും പറയണ്ടേ കല്യാണം കഴിഞ്ഞപ്പോ ഓളാകാതെ മാറി. ഓളപ്പെട്ട് ആരും ഒന്നും പറയലില്ല. ഒക്കെ ഓളെ ഇഷ്ടത്തിന് ഓളായിട്ട് മാറിയതാണ്. മടി പിടിച്ചു, സത്യം പറഞ്ഞതാണ്. അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന് പരാതി ഉണ്ട്, ഞാൻ വീഡിയോ ഇടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ തന്നെ ഒക്കെ റെഡിയാക്കും. അപ്പം നമുക്ക് റൂം ടൂർ കാണാം കേട്ടോ. റൂം ടൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലെ വലിയ റൂമൊന്നുമല്ല. എല്ലാ സൗകര്യത്തിലും എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത ഒരു കുഞ്ഞ ക്യൂട്ട് റൂം. തലക്ക് മേത് വന്നപ്പോ ഞാൻ ഉള്ള റൂമൊന്ന് വലിയ മുടി പിടിച്ചു. വലിയ പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും എനിക്കിത് സ്വർഗാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ എല്ലാ മൊമെന്റും ആക്ച്വലി വീട് മേലക്ക് എടുത്തിട്ടൊക്കെ മതി എന്ന കല്യാണം എന്നൊക്കെയുള്ള പ്ലാനിലേനു. പെട്ടെന്ന് കല്യാണം ഉണ്ടായി. അപ്പൊ കല്യാണം നോക്കണം, റൂമും നോക്കണം, ഒക്കെപ്പാടെ നോക്കുമ്പോ ടൈറ്റ് ആയി കഴിയും. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ലോകത്താണ്. ഞങ്ങളെ സന്തോഷങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ എന്തും ഞങ്ങള് കൂടുതൽ ഷെയർ ചെയ്യല് ഒബ്വിയസ്ലി കപ്പിൾസ് റൂമൊന്നും ആയിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് ആണിത്. അപ്പൊ അത് ഞങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓവറായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പൊ നമുക്ക് ചെറുത് ഇതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാരില്ലേക്കാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ വീഡിയോക്ക് പോണതിന് മുന്നേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്തു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പൊ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഞാൻ അൻഷിക്കാരൻ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യണത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ റൂമിന്റെ എൻട്രി വരുന്നത് കേട്ടോ. ഡോറ് അൻഷിന്റെ റൂം അങ്ങനല്ല, കുറച്ച് താത്തിപ്പിടി അങ്ങനെ. ഓക്കെ, അൻഷിന്റെ വീട്ടില് 2 റൂമാണ് വരുന്നത്. അതിൽ ഒരു റൂം അൻഷിൻ്റെതാണ്. ആ റൂമാണ് നമ്മളെ എന്താ പറയാ നമ്മളെ റൂമാക്കിയാണ്ട് സെറ്റ് ആക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അവിടെ ഒരു സൗകര്യക്കുറവ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പേഴ്സണലി. നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. എനിക്കെന്ന് പറയുമ്പോൾ ഒരു സ്വന്തം വീടില്ല. അപ്പൊ അങ്ങനത്തെ ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോ എനിക്ക് സ്വർഗം തന്നെയാണ്. ഞാൻ അവിടെ ഹാപ്പിയാണ്. അപ്പൊ ഓരോന്ന് കാട്ടിത്തരാം. ഇങ്ങനെയാണ് റൂമിന്റെ ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ആങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാല് അൻഷി പുറത്തു പോയി എന്നാ ഡ്രസ്സ് മര്യാദക്ക് വെക്കൂല. ഉള്ള സത്യം ഞാൻ പറയണം. അപ്പൊ ഞാന് ഓന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ തൂക്കിടാൻ വേണ്ടിട്ട് അപ്പൊ ഓൻ്റെതൊക്കെ തൂക്കിടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ആങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്ട് മെല്ലെ മൾട്ടി. അപ്പം ഷർട്ട് നമ്മളെ ടവല് തോർത്ത് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ആങ്കർ ഉണ്ട്. പിന്നെ ഇവിടെയും നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ബാക്കിൽ ഡബിൾ സ്റ്റിക്കർ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അടുത്ത അൻസി എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള, അത്ര ലോങ് വേണ്ട എടുത്തുക്കോ, എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള എന്താ ഇതിന്റെ പേരെന്തേനി, കബോർഡ് വാർഡ്രോബിന്റെ അവിടെ എന്താ എന്നോട് ആദ്യം പറഞ്ഞിനി എനിക്ക് വേണ്ടി മേക്കപ്പിന് ഞാൻ ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഓനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓന് സെറ്റാക്കി തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഇത് ഷുഗർ ഫീൽസ് അൻഷിക്ക് എന്താ ബർത്ത്ഡേക്ക് ഹാമ്പർ ചെയ്തപ്പോ ഉണ്ട് എന്നാണ്. അപ്പൊ ഞാനൊരു മെമ്മറി പോലെ അങ്ങനെ എടുത്ത് വെച്ച്. ഇതൊരു ആങ്കറാണ് കേട്ടോ, അതിൻ്റെ ഇത് പൊട്ടിപ്പോയതാണ്. പിന്നെ ഇത് ഞങ്ങള് കസിൻസും അല്ലേ നമ്മളെല്ലാരും കൂടെ കഴിഞ്ഞ ആഴ്ച ലുലുല ഹൈലൈറ്റിൽ പോയപ്പം അവിടുന്ന് എടുത്തതാണ് കേട്ടോ. അതിൽ എന്റെ ഫസ്റ്റത്തെ ഫോട്ടോ ഇങ്ങനെ ആയിപ്പോയി. ഇത് അൻഷിന്റെ അനിയന്, കസിന്, മൂത്ത കാക്ക, അൻഷി, ഞാന്, ഞങ്ങള് 4 ആളും കൂടിയാണ് പോയിണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത ഇതാണ്. പിന്നെ ഇതാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യണ മിറർ ഗൈസ്. കുറെ പേര് എന്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിറർ എവിടുന്നാണ്, അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയാണ് മിറർ വരുന്നത്. ഒരു വൈറ്റ് വുഡ് തീമാണല്ലേ നമ്മളെ റൂം. കാട്ടാ, ഒരു വൈറ്റും വുഡനും ഉള്ള തീമാണ്. ഈ ഒരു കബോർഡിന്റെ തീമാണ് നമ്മളെ കർട്ടനും റൂം ഒക്കെ. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു റൂം വൈറ്റ് പെയിന്റ് ആക്കണം. അപ്പൊ അൻഷിക്കും അങ്ങനെ തന്നെയാണ്. റെഡോ ഞാനോ എപ്പോ ബുദ്ധിയില്ലാത്ത പ്രായത്തില്. അപ്പൊ അൻഷി കല്യാണത്തിന് മുന്നേ റൂം ഒരുക്കുമ്പോഴും കട്ടില് റെഡിയാക്കുമ്പോഴും ബെഡ് റെഡിയാക്കുമ്പോഴും കർട്ടൻ വെക്കുമ്പോഴും എന്നോട് ഇങ്ങനെ ഒപ്പീനിയൻ ചോദിക്കട്ടെ, അത് വേണോ
അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മളെ രണ്ടാളും കൂടി ഒരു തീരുമാനത്തിൽ നമ്മൾ തെരഞ്ഞെടുത്താണ് ഈ ഒരു സംഭവം. ഇതിൽ പല ഷേപ്പും ഉണ്ടായിരുന്നു. എനിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷേപ്പാണ്. ഇതിന്റെ ഒരു മാജിക് ഉണ്ട് കേട്ടോ. അയ്യോ, ഇതിങ്ങനെ ലൈറ്റ് കത്തും. എടുത്ത് വെക്കാം. ഇതിങ്ങനെ ലൈറ്റ് കത്തും. ഇതിന് മൂന്നോ രണ്ടോ 3 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ എന്താ നല്ല വൃത്തിക്ക് ലിപ്സ്റ്റിക് ഇടാനായിക്കോട്ടെ, മേക്കപ്പ് ഇടാനായിക്കോട്ടെ, ഇങ്ങനെ ഈ ഒരു പൊസിഷനാണ് നിങ്ങൾ ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിൻ്റെത്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഞാൻ ലിപ്സ്റ്റിക്ക്, എൻ്റെ പൗഡർ ഡപ്പി കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സുഖത്തിന് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണതാണ്. പിന്നെ ഇവിടെ ചാർജർ പോയിന്റ് ഉണ്ട്. ഓക്കെ, സ്വിച്ച് ബോർഡ്, ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ. വാർഡ്രോബ് ഞാനിപ്പോൾ കാട്ടിത്തരൂല. കാരണം എന്താ വെച്ചാല് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. വാർഡ്രോബ് ടൂർ പറഞ്ഞാണ് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. കാരണം എന്താ വെച്ചാൽ ഫുൾ അലങ്കോലമായിട്ട് എടുക്കുകയാണ്. നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വലിച്ചു വാരിയിടും. പിന്നെ ഞാൻ നന്നാക്കി വെക്കും, വലിച്ചു വാരിയിടും. അൻഷി വലിച്ചു വാരിയിടലിന്റെ ആളാണ്. അപ്പം ഇങ്ങനെ 2 ഡോറാണ് വരുന്നത്. വാർഡ്രോബ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ താഴത്ത്. പിന്നെ ഇങ്ങനെ 2 വരുന്നുണ്ട്. ഇതാണ് നമ്മളെ കബോർഡ് വരുന്നത്. ഇന്റെ സാധനവും അൻഷിന്റെ സാധനവും ഒക്കെ കൂടി ആയപ്പോ നമുക്ക് സ്പേസ് കുറവായി, കൊള്ളാതായി. അപ്പൊ ഞാൻ മീഷോന്ന് ഒരു സൊല്യൂഷൻ പോലെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു സാധനം. മീഷോന്ന് വാങ്ങിയാണ് കേട്ടോ. ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും, കുറേ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള, തുറക്കില്ല അത് പൂട്ടാണ്. കുറേ പേര് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയർ ആട്ടോ ഇത്. നല്ല യൂസ്ഫുൾ ആണ്, നല്ല സ്പേസും ഉണ്ട്. ഇതിന്റെ റേറ്റ് ആട്ടോ കഴിഞ്ഞിട്ടും ഒരു 400 രൂപയേ ഉള്ളൂ. മീഷോന്ന് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ അതും പ്ലേസ് ചെയ്തു. കാരണം നമ്മളെ റൂം കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ഓവർ വാർഡ്രോബും കാര്യങ്ങളൊന്നും കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ. ഇത് ആകുമ്പോൾ അവിടെ നീറ്റായിട്ട് നമ്മളെ ഇന്നവേഴ്സ്, നമ്മളെ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വാങ്ങി അവിടെ സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നമ്മളെ നിക്കാഹ് നാമ വരുന്നുണ്ട് ഗായ്സ്. ഇതിന്റെ നേരെ മേലെ തന്നെയാണ് നമ്മളെ ഈ ഒരു ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മളെ റൂമിൽ ഫസ്റ്റ് പ്ലേസ് ചെയ്ത ഫ്രെയിം നമ്മളെ നിക്കാഹ് നാമല്ലേക്കാ ഫസ്റ്റ് പ്ലേസ് ചെയ്തതാണ് കേട്ടോ. നിക്കാഹ് നാമ ഞാൻ അതേപോലെ തന്നെ ഇവിടെ കൊടുന്ന് വെച്ചു. കാരണം എൻ്റെ അൻഷിൻ്റെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോൾ നാളെ നമുക്കൊരു കുട്ടി ഉണ്ടായാലും, നമുക്ക് നമ്മളെ ഫ്യൂച്ചറിൽ ഇങ്ങനെ പോയാലും നമ്മളൊരു ഓർമ്മ, നമ്മളെ കല്യാണം കഴിഞ്ഞ ആ ടൈമിലുള്ള നമ്മൾ പ്രേമിച്ചതിൻ്റെ അതിൻ്റെ ഒക്കെ ഒരു മെമ്മറി ഓർമ്മ വരാനുള്ള ഒരു അമൂല്യമായ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഞാനിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു കല്യാണത്തിൻ്റെ മുന്നേ, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളെ നിക്കാതെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അതിന് നേരെ താഴത്താണ് എസിന്റെ സ്വിച്ച് വരുന്നത്. ഇത് പിന്നെ നമ്മൾ AC വാങ്ങിയതിനൊക്കെ ശേഷം ഒക്കെ അൻഷി കണക്ഷനും കാര്യങ്ങളൊക്കെ ആളെ കൊടുന്നിട്ട് അങ്ങനെ എടുപ്പിച്ചാണ് കേട്ടോ. നമ്മൾ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അത് ഇവിടെ വരുന്നു, പക്ഷെ അതവിടെ വന്നു. അടുത്ത ഞമ്മക്ക് അടുത്തത് നമ്മളുടെ കുറേ ആൾക്കാർ ചോദിച്ചതാണ് ഈ ഒരു മിററിനെ പറ്റിയിട്ട്. നമ്മളെ റൂമിലുള്ള ഈ ഒരു റൂമിലുള്ള ഈ ഒരു മിററിനെ പറ്റിയിട്ട്. ഈ മിററ് എന്താ പേജിന്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കല്യാണത്തിന് മുന്നേ റൂമിലൊരു ഫുൾ മിറർ വേണമെന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഭയങ്കര പറഞ്ഞാല് എനിക്ക് ആ ഒരു സാധനം നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ അൻഷിനോട് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊളാബൊക്കെ കിട്ടണതുകൊണ്ട് ഞാൻ അൻഷിനോട് പറഞ്ഞു നമുക്ക് ഏതെങ്കിലും പേജിനായിട്ട് കൊളാബ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലേനു. അങ്ങനെ നമ്മളെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസേഷൻ ചെയ്ത് എടുത്തതാണ്. പേജിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഓർമ്മയില്ല. ഒരു കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേയാണ് സാധനം ഇവിടെ എത്തിയത് കേട്ടോ. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഒരാഴ്ച മുന്നേ എൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് നേരെ അൻഷി വണ്ടി വെച്ചിട്ട് അൻഷിന്റെ റൂമിലേക്ക് ഇത് പ്ലേസ് ചെയ്തു. നമ്മൾ ഈ ഒരു കോർണറിൽ ഈ ഒരു കണ്ണാട പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാണിക്കോ ഈ ഒരു ഫുൾ മിറർ. നമ്മളെ റൂമിൽ ലൈറ്റ് കമ്മി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഒരു സുഖമില്ലാത്തത്. വേണ്ട, ഇനിയിപ്പോ കർട്ടൻ്റെ എടുക്കണ്ടേ. അപ്പൊ ഇതാണ് ഇങ്ങനെ ഈ ഒരു കോർണറിൽ നമ്മൾ ഇങ്ങനെ ഒരു മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഈ വാള്. ഇതും എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ക്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള പിക്സ് ആണ് ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ വന്നതിന് ശേഷം എടുത്ത പണിയാണ് കേട്ടോ. ഇതൊന്നും അൻഷി സെറ്റ് ചെയ്തതല്ല. ഇതൊക്കെ ഞാൻ
കല്യാണത്തിന് കിട്ടിയ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മളെ മാരേജിന് നമുക്ക് കൂടുതലും കിട്ടിയത് ഗിഫ്റ്റ് ഫുള്ള് ഫ്രെയിമാണ്, വേറെ ഒന്നും കിട്ടിയിട്ടില്ലേനു. ഫുള്ള് ഫ്രെയിം വന്നവരും പോയവരൊക്കെ നമുക്ക് ഫ്രെയിമേനു. ഫ്രെയിം തട്ടിയിട്ട് നടക്കാൻ വയ്യേനു. അപ്പൊ നമ്മൾ ഹാളിലും കുറച്ച് പ്ലേസ് ചെയ്തു. പറ്റണ പോലെ ഒരു നാലെണ്ണം ഇവിടെ റൂമിൽ പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്തതാണ് ഇത്. 3 ഇത് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ. അതൊക്കെ നമ്മളെ കല്യാണത്തിന്റെ ഫോട്ടോസ് ആണ് കേട്ടോ. അപ്പൊ വൈറ്റ് പെയിന്റ് ആയതുകൊണ്ട് അതിക്ക് നല്ല ഒരു അസ്തെറ്റിക് വൈബ് ഉണ്ട്. ഇതിന്റെ മേലെ ഞാൻ അങ്ങനെ കൊടുത്തതായിരുന്നു ഒരു ലീഫ് ഉണ്ടായിരുന്നു. ആ ലീഫ് എടുത്തുകൊണ്ട് ഞാൻ എന്റെ വേറെ ഒരു സംഭവം നിങ്ങൾക്ക് വെച്ചു ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഏരിയ കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ ബെഡ് ആൻഡ് കട്ടിൽ. അപ്പൊ ഇതാണ് നമ്മളെ ബെഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതല്ലേനു കല്യാണം കഴിഞ്ഞ് എന്നെ കൊടുന്ന ടൈമില് അൻഷിന്റെ റൂമിൽ ഈ ബെഡ് അല്ലേനു. അൻഷി കല്യാണത്തിന് എത്ര വർഷം മുന്നേ, ഒരു 6 മന്ത് മുന്നേ അൻഷി ബെഡ് മാറ്റിയതേനു. പുതിയ ബെഡ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബെഡ് കിടന്നിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതായത് സ്പോഞ്ചാണോ ചോദിച്ചാൽ സ്പോഞ്ചാണ്, പക്ഷെ ഒരു സുഖമില്ലാത്ത മാട്രസ് ആയിരുന്നു. അപ്പം ഞാൻ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ബെഡിന്റെ ഷോപ്പില്. അപ്പൊ നമ്മൾ അവിടുന്ന് എടുത്തതാണ് കേട്ടോ. ഇത് റാഫ്കോന്റെ ബെഡാണ്, അടിപൊളി ബെഡാണ്. 2 വട്ടം ഇപ്പൊ നമ്മളെ ബെഡ് മാറ്റി നോക്കി, എന്നാലും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ഈ ബെഡാണ്. എനിക്കും അൻഷിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഈ ബെഡാണ്. അപ്പൊ നമ്മള് ഈ ബെഡ് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു. സംഭവം നല്ല സുഖമാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഒന്നും നിങ്ങൾ നോക്കില്ല കേട്ടോ, ഞാൻ വിരിച്ചിട്ടതാണ്, പിന്നെ അലമ്പായതാണ്. പിന്നെ ഇതാണ് നമ്മളുടെ കട്ടിലിന്റെ കുഷ്യൻ വരുന്നത്. ആക്ച്വലി നമ്മളെ കട്ടിലിന്റെ കുഷ്യന്റെ കളറ് ഇതല്ലേനല്ലോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഒലീവ് ഗ്രീൻ ആയിരുന്നു, മറ്റേ ബോട്ടിൽ ഗ്രീൻ ഇല്ലേ, ആ കളറായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോ പീക്കോ ഗ്രീൻ കളറിലേക്ക് മാറി. പക്ഷെ ഈ ഒരു തീമുക്ക് നമ്മൾ ഒലീവ് ഗ്രീന് ബെഡ്ഷീറ്റ്, ഒലീവ് ഗ്രീന് തീമായിരുന്നു ഈ ഒരു വൈറ്റ് നമ്മൾ വിചാരിച്ചിട്ടത്. ചെയ്തു വന്നപ്പോ പീക്കോ കളറായി. അൻഷു എന്നോട് ഇങ്ങനെ പറഞ്ഞു പീക്കോ കളർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, രസമുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഉണ്ട്, കാണുമ്പം കുഴപ്പമൊന്നുമില്ല, പറ്റ കുഞ്ഞാപ്പും ആയിട്ടില്ല. ഇതിവിടെ അൻഷിന്റെ റൂമിലുണ്ടായിരുന്നു. പഴയ കട്ടിൽ മേലായിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ കണ്ടാ തോന്നില്ലല്ലോ പഴയ കട്ടിലാണെന്ന്. ഇതിങ്ങനെ നല്ല സംഭവം, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സെറ്റപ്പും ഉണ്ട്. ഈ കളറ് സെയിം ബെഡ്ഷീറ്റ് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോ വേറൊരു കാര്യം വന്നത് എന്താ വെച്ചാല്, ഇത് ഒലീവ് ഗ്രീൻ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കല്യാണത്തിന് എടുത്ത കംഫർട്ട് സെറ്റ് ഒലീവ് ഗ്രീനും ഇത് ചെയ്തു വന്നപ്പോ പീക്കോ ഗ്രീനും ആയി മാറി. ആനയും കുതിരയും തമ്മിലുള്ള വ്യത്യാസമായി മാറി. പക്ഷെ സാറില്ല, ഇനി പീക്കോക്ക് വാങ്ങിയിട്ട് നമുക്ക് പൊക്കി പിടിക്കിന്റെ മുഖം കണ്ടേ. ഇനി പീക്കോ ഗ്രീൻ വാങ്ങിയിട്ട് നമുക്ക് വിരിക്കാം. പിന്നെ ഇതാ കർട്ടന് കാര്യമായിട്ടൊന്നും പറയില്ല, നിങ്ങള് ആസ് യൂഷ്വൽ കണ്ട പോലെ തന്നെ ഇതാണ് നമ്മളെ കർട്ടൻ. നമ്മളെ റൂമിനോട് ചേർന്നിട്ടുള്ള കർട്ടൻ. 2 ജനൽ വരുന്നുണ്ട്. ഇതിനൊരു പേരില്ലേ കർട്ടൻക്ക്? 2 ജനല വരുന്ന നമുക്ക് നമ്മൾ സ്യൂട്ട് ആക്കിയിട്ടുള്ള 2 കർട്ടൻ ഇട്ടു. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ ഐറ്റം കേട്ടോ. ഇത് ഞാന് എടുത്തേക്ക് പോരെ. ഇത് ഞാനിപ്പോ അടുത്ത് സെറ്റ് ആക്കിയിട്ടുള്ളൂ. ഈ ഒരു വാർഡ്രോബിന് എത്ര ഉറുപ്പ്യ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോ. ഇത് കണ്ട ഒരു റിച്ച് ലുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും വെറും 300 ഉറുപ്പ്യ ഈ ഒരു സ്റ്റാൻഡിനായിട്ടുള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. അപ്പൊ ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. മീഷോന്ന് തന്നെ അതിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ മൊമെന്റീവ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. റൂമില് ഞാൻ പറഞ്ഞില്ല ലീവ്സ് ഉണ്ടെന്ന്, അത് അവിടെ കൊടുത്തതേനു. ഞാനിത് ചെയ്തപ്പോ അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് വലിയ ചാമ്പി. അപ്പൊ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയും മൊമെന്റ് കൊണ്ടുവരാണ്ട്. അപ്പോൾ കുറച്ച് വീട്ടിലിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ളും കണ്ടെടുത്തിട്ടില്ല. ഇതിമ്മ പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെറ്റാക്കി, അതിന്റെ മേലെ എൻ്റെ മൊമെന്റോസും കാര്യങ്ങളും സെറ്റാക്കി. പ്ലേ ബട്ടൺ ഉണ്ട്, ഇങ്ങനെ കയറി വാ പ്ലേ ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മൾ ICCന്റെ സംഭവങ്ങളുണ്ട്, നമുക്ക് മൊമെന്റ് കിട്ടിയതുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇട്ടോ. ഇനി ബാക്കി വീട്ടിലാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഫ്രെയിം വരുന്നുണ്ട്. ഇത് നമ്മളെ സേവ് ദ ഡേറ്റിന്റെ മെയിൻ പിക്ക് ചെയ്യുന്നതിലൊക്കെ മെയിൻ ഹൈലൈറ്റ് പിക്ക് ആയിരുന്നു കേട്ടോ. അതെ, ഈ ഒരു സംഭവം കാരണം നമ്മളെ നാച്ചുറൽ ചിരി നമ്മളെ മുഖത്ത് വന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഇത്. അങ്ങനെ ഒരു കോർണറാണ് ഇത്. ഒരു എസ്തെറ്റിക് വൈബുള്ള ഒരു കോർണറാക്കി ഞാൻ സെറ്റാക്കി. മൊത്തത്തിൽ വന്നപ്പോ സാധനം കിടിലനായി. പിന്നെ ഏതേനു AC ഇത്ര ഉള്ളു ഗായ്സ് നമ്മളെ റൂം. പിന്നെ നമ്മളെ AC ആൻഡ് ഫാന് ലാസ്റ്റ്. അറ്റ്ലീസ്റ്റ് സീലിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല.
ഞാൻ അൻഷിനോട് പറഞ്ഞിരുന്നു സീലിംഗ് ഒന്നും ചെയ്യണ്ട. കാരണം എന്താ വെച്ചാല് ഞാൻ പ്രത്യേകം അൻഷിനോട് പറഞ്ഞു. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ റൂമിൽ കുറെ എക്സ്പെൻസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ പെരന്നെ ചിലപ്പോൾ റിനോവേറ്റ് ചെയ്യും, ചിലപ്പോൾ മേലൊക്കെ കൊടുക്കും. അപ്പൊ നമ്മളെ റൂം എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ എന്താ വഴിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് സീലിംഗ് ഒക്കെ ചെയ്ത് കുറെ ഫണ്ട് ഇതിമ്മ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഭാവിയിൽ നോക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സീലിംഗ് സിമ്പിൾ ആയിട്ടോട്ടെ, ഓനക്കും അത് തന്നെയാണ് താല്പര്യം. അങ്ങനെ നമ്മൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. മേലെ നമ്മൾ പ്ലെയിൻ ആക്കി ഇട്ടു. അടിയിൽ പറ്റുന്ന പോലൊക്കെ അൽക്കാവുൽക്ക പണിയെടുത്തു. പിന്നെ ഇനി കാണിക്കാനുള്ളത് നമ്മളുടെ AC ഇപ്പോ പറയാനൊന്നുമില്ല. പക്ഷെ AC മേലത്തെ സ്റ്റിക്കർ ഹൈലൈറ്റ് ആണ്. ഇത് റാൻഡം ആയിട്ട് റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൻഷിക്ക് ഒരു റീൽസ് ഇഷ്ടപ്പെട്ടു. അതിലിങ്ങനെ സ്റ്റിക്കർ ഒക്കെ കാട്ടി തന്നു. ഈ കളർ തന്നെയായിരുന്നു അതിന് കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കളറിനല്ലേ? ഈ കളറാണ് റീൽസിൽ ഇങ്ങനെ കാട്ടി. അപ്പൊ അതിൽ കണ്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആള് ഓർഡർ ചെയ്താട്ടോ. ഇത് അൻഷിന്റെ പണിയാണ്. അൻഷി ഓർഡർ ചെയ്തു. ഒരു 2-3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോ സാധനം എത്തി. നമ്മളത് ഒട്ടിച്ച് വന്നപ്പോ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മൂടൊന്ന് ചെറുങ്ങനെ കാട്ടിക്കൊടുത്ത മൂടൊന്ന് ചെറുങ്ങനെ മേലക്കായി പോയി. പക്ഷെ അറിയൊന്നുമില്ല, സംഭവം നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോ മറ്റേ പോർഷ്യന്ന് എഴുതിയ നമ്പർ അല്ല ലെറ്റേഴ്സ് കാണുമ്പോൾ നല്ല രസമാണ് സാധനം. അപ്പൊ ഇത്ര ഉള്ള നമ്മളെ റൂം ടൂർ എന്ന് പറയുന്നത്. എനിക്കൊന്നും കാണിക്കില്ലല്ലോ ഇല്ലല്ലോ. അപ്പൊ ഇത്ര ഉള്ള നമ്മളെ റൂം എന്ന് പറയുന്നത്. ഞാനൊരു ഔട്ട്ലുക്ക് കാണാം. അപ്പൊ നമ്മളെ കുഞ്ഞ റൂം, നമ്മളെ റൂം ചെറിയൊരു റൂമാണ്, എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ഇതേമാതിരി ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇത്ര ഉള്ളു. കുറെ ആൾക്കാർ റൂം ടൂർ വെച്ചു. ഇതാണ് നമ്മളെ റൂം. അത് നിങ്ങൾ കാണുന്ന പോലെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഞാൻ അവിടെ ഹാപ്പിയാണ്. എനിക്ക് ഇതെന്തോ വലിയ സംഭവമാണ്. ധാരാളമാണ്. ഞങ്ങൾക്ക് രണ്ട് ചെറിയ മനുഷ്യന്മാർക്ക് ഇത് അതെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത ഇനി എന്ത് വീഡിയോ ആണെന്ന് നിങ്ങൾ കമന്റ് ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ വീഡിയോയിലും കമന്റ് ഉണ്ട്. അപ്പൊ ടാറ്റാ.